മലയാളി പ്രേക്ഷകർ ഒന്നടങ്കം ആവേശത്തോടും അത്ഭുതത്തോടും കാത്തിരിക്കുന്ന ചിത്രമാണ് എമ്പുരാൻ എന്ന ചിത്രം. പാൻ ഇന്ത്യൻ ചിത്രം എന്നതിനുപരി പാൻ വേൾഡ് ചിത്രം എന്നതൊക്കെയാണ് ഈ ചിത്രത്തെക്കുറിച്ച് പലതവണ പ്രശംസിച്ചു കേട്ടത്. അങ്ങനെ ഒരു അപ്പീലുള്ള ചിത്രമാണ് ഇതെന്നും എല്ലാത്തരം പ്രേക്ഷകരിലേക്കും ഈ ചിത്രം എത്തിക്കാൻ സാധിക്കുമെന്നും പറയുമ്പോൾ ഒരു പാൻ വേൾഡ് ചിത്രമായി തന്നെ പറയുന്ന ചിത്രം ഇപ്പോൾ പാൻ വേൾഡ് ആയിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് കാണാൻ സാധിക്കുന്നത്. ചിത്രത്തിന്റെ പ്രൊമോഷൻ സാധ്യതകൾ അങ്ങ് വളരുകയാണ്. മാർച്ച് 16 USA ന്യൂയോർക്കിൽ ചിത്രത്തിന്റെ ഒരു ഗംഭീര പ്രൊമോഷണൽ പരിപാടി നടക്കാൻ പോകുന്നു എന്ന വിവരങ്ങൾ എക്സ്ക്ലൂസീവായി തന്നെ പുറത്തു വന്നിരിക്കുകയാണ് ഇന്നേ ദിവസം. മൂവി അനലിസ്റ്റുകൾ ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ എത്തിയപ്പോൾ പ്രേക്ഷകർ തന്നെ അത്ഭുതപ്പെട്ടു. എംബ്രാന്റെ ഒരു എക്സ്ക്ലൂസീവ് പ്രൊമോഷണൽ ഇവന്റ് ന്യൂയോർക്കിൽ നടക്കാൻ പോകുന്നു. മാർച്ച് 16 ഈ ഇവന്റ് നടക്കുക എന്നാണ് പറയപ്പെടുന്നത്. അതിനൊപ്പം മാർച്ച് 14 15 ഒരു മാസീവ് ട്രെയിലർ റിലീസ് സംഭവിക്കാൻ സാധ്യതയുണ്ട്. സാധ്യത അവർ പറഞ്ഞു വെക്കുമ്പോൾ അതിനുശേഷമായിരിക്കും മാർച്ച് 16 USA ഒരു ഗംഭീര പ്രൊമോഷണൽ ഇവന്റ് നടക്കാൻ പോകുന്നത്. അക്ഷരാർത്ഥത്തിൽ ഒരു പാൻ വേൾഡ് ചിത്രമായി എംബ്രാൻ മാറുന്നു എന്നതാണ് ഇതിൽ നിന്നുമൊക്കെ വായിച്ചെടുക്കാൻ സാധിക്കുന്നത്. ഹൈപ്പ് എന്ന് പറയുന്നത് അതിന്റെ ഏറ്റവും വലിയ മോഡിൽ തന്നെയാണ് എംബ്രാനിൽ ഉള്ളതെന്ന് ഇതോടുകൂടി പറയാൻ സാധിക്കും. ശരിക്കും ഹൈപ്പ് മോഡ് ഓൺ ആയിരിക്കുന്നു. അവർ തന്നെയാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. എന്നിരുന്നാലും ചിത്രത്തിന്റെ റിലീസിനായി 2 മാസം നിൽക്കെ ഗംഭീര പ്രൊമോഷണൽ പരിപാടികളൊക്കെയാണ് എംബ്രാന് വേണ്ടി നടത്തിക്കൊണ്ടിരുന്നത്. ക്യാരക്ടർ റിവീൽ പോസ്റ്ററുകളൊക്കെ വന്നത് വലിയ രീതിയിൽ പ്രേക്ഷകർക്കിടയിൽ ചർച്ചകളിൽ നിറഞ്ഞു നിന്നു ഈ ചിത്രം. എന്നാൽ ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നീട് എംബ്രാന്റെ വിവരങ്ങളൊന്നും അറിയാത്തതുകൊണ്ട് പ്രേക്ഷകർ പറഞ്ഞു, ഇനി ആഴ്ചകൾ മാത്രമേ ഉള്ളൂ ചിത്രത്തിന്റെ റിലീസിനായി, പുതിയ പരിപാടികളൊന്നും കൊണ്ടുവരുന്നില്ലേ, നിങ്ങൾ എന്താണ് പ്രൊമോഷനിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നില്ലേ എന്ന കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് വരുന്നത്. റിലീസിന് വരെ പ്രൊമോഷൻ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കണം എന്നാണ് പ്രേക്ഷകരുടെ അഭിപ്രായം. എന്നാൽ അവർ വലിയ പ്ലാനുകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. വലിയ വലിയ സംഭവങ്ങൾ അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. അത് കൊണ്ടുവരാനുള്ള തയ്യാറെടുപ്പിലാണ് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ. ഈ കാര്യങ്ങളാണ് ഈ അവസരത്തിൽ പറയാനുള്ളതും. അവർ ഗംഭീര സംഭവങ്ങളാണ് പ്രൊമോഷന് വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ പാൻ വേൾഡ് ആയിക്കൊണ്ടിരിക്കുന്നു. ഈദ് റിലീസുകൾ എല്ലാം ഇന്ത്യയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിൽ പല റീജിയനുകളിലും വമ്പൻ സിനിമകളാണ് ഈദ് റിലീസുമായി ബന്ധപ്പെട്ട് വരാൻ പോകുന്നത്. എല്ലാ ഭാഷാ സിനിമ അതത് പ്രദേശങ്ങളിൽ ആധിപത്യം സ്ഥാപിക്കാൻ സാധ്യതയുള്ള സിനിമകളാണ് അവർ ഇറക്കിവിടുന്നത്. അതിലൊന്നാണ് എമ്പുരാൻ. മലയാളത്തിൽ എമ്പുരാനാണെങ്കിൽ തമിഴിൽ വീരധീര സൂര്യയും, ഹിന്ദിയിൽ സിക്കന്ദർ, തെലുങ്കിൽ മാഡ് സ്ക്വയർ, കൂടാതെ റോബിൻഹുഡ് എന്നീ ചിത്രങ്ങളാണ് ആധിപത്യം സ്ഥാപിക്കാൻ എത്തുന്നത്. എമ്പുരാൻ എന്നാൽ അതിൽ നിന്നും പാൻ വേൾഡിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ വലിയ രീതിയിലുള്ള ഹൈപ്പാണ് ചിത്രത്തിന് ലഭിക്കുന്നത്. എന്തായാലും ലൂസിഫർ എന്ന ചിത്രത്തിന് ശേഷം എമ്പുരാൻ എന്ന 2ാം ഭാഗം അത് പ്രത്യേക ഒരു കാഴ്ചാനുഭവം തന്നെയായിരിക്കും. അത് കാണാനുള്ള ആകാംക്ഷയും പ്രേക്ഷകർക്ക് ഉണ്ട്. ഇതിനുശേഷം ലൂസിഫർ 3 എന്നൊരു പോസിബിലിറ്റിയും അവിടെ കിടക്കുന്നു. ഇതൊക്കെ എമ്പുരാൻ കാണാനുള്ള പ്രേരണ സൃഷ്ടിക്കുന്നുണ്ട്. ലൂസിഫർ 3 മുഴുവനായും മനസ്സിൽ ഫോം ചെയ്തിട്ടുണ്ട് എന്ന് മുരളി ഗോപി പറഞ്ഞിട്ടുണ്ട്. ഇതുവരെയും എഴുത്തിലേക്ക് വന്നിട്ടില്ല. നേരത്തെ തന്നെ ആലോചിച്ചു വെച്ചിരുന്നു. ഇപ്പോൾ കുറെ കൂടി നന്നായി ഫോം ആയിട്ടുണ്ട്. 2ാം ഭാഗത്തിന് ശേഷം അതിലേക്ക് കടക്കുമെന്നാണ് മുരളി ഗോപിയുടെ വാക്കുകൾ. ബോംബാലെ നിർമ്മാണത്തിൽ വരാനിരിക്കുന്ന ടൈസൺ എന്ന സിനിമയുടെ സ്ക്രിപ്റ്റ് 2026 മധ്യത്തോടെ താൻ രാജുവിന് കൊടുക്കും. രാജുവാണ് അത് സംവിധാനം ചെയ്യുന്നത്. ഇപ്പോൾ ടൈസണും L3യും ഒരേപോലെ മനസ്സിലുണ്ട്. ഏതാണ് ആദ്യം എന്നുള്ളത് തീരുമാനിച്ച് ചെയ്യണമെന്നാണ് കരുതുന്നത്. ലൂസിഫറിൽ കാണിച്ചിട്ടുള്ള ലോകം എംബ്രാന്റെ ബേസ്മെന്റ് ആണ്. അതിൽ കെട്ടിപ്പൊക്കുന്ന ലോകമാണിത്. ലൂസിഫർ എന്ന സിനിമ എംബ്രാന് ഒരു വിസിറ്റിംഗ് കാർഡായിരിക്കും. മലയാളം ഒരു ചെറിയ ഇൻഡസ്ട്രിയാണ്. കമാർ സംഭവം ആദ്യം പ്ലാൻ ചെയ്തത് 3 പാർട്ടായിട്ടാണ്. കമാർ സംഭവം അന്നൊരു ബിഗ് ബജറ്റ് സിനിമയായിരുന്നു. 2ാം ഭാഗം എടുക്കണമെങ്കിൽ ആദ്യ ഭാഗം ഓടണം എന്നത് അത്യാവശ്യ കാര്യമാണ്. കാരണം അതിനെ ബാങ്ക് റോൾ ചെയ്യണമെങ്കിൽ ആദ്യ ഭാഗം അത്രയും സക്സസ് ആകണമായിരുന്നു. വലിയ വിജയം ആകാതെ പോയതുകൊണ്ടാണ് 2ാം ഭാഗം എടുക്കാൻ കഴിയാതെ പോയത്. അതുകൊണ്ടാണ് ലൂസിഫർ ആദ്യ ഭാഗത്തിന് ശേഷം 2ാം ഭാഗം പെട്ടെന്ന് അനൗൺസ് ചെയ്യേണ്ട എന്ന് തീരുമാനിച്ചത്. എത്രത്തോളം സ്വീകാര്യത ലഭിക്കുന്നു എന്ന് നോക്കി സെക്കൻഡ് പാർട്ടിനെ കുറിച്ച് പറയാമെന്ന് കരുതി. ലൂസിഫർ വലിയ വിജയം ആയതുകൊണ്ടാണ് സെക്കൻഡ് പാർട്ട് അനൗൺസ് ചെയ്തത്. പക്ഷേ സെക്കൻഡ് പാർട്ട് ചെയ്യുമ്പോൾ 3ാമത്തെ ഭാഗം കൂടെ അനൗൺസ് ചെയ്തിട്ടേ ചെയ്യാൻ കഴിയൂ. കാരണം സെക്കൻഡ് പാർട്ട് ഫ്രാഞ്ചൈസിയിലേക്ക് കയറി കഴിഞ്ഞു. അത് കഴിഞ്ഞാൽ കൾമിനേഷൻ കൂടെ പറഞ്ഞേ നിർത്താൻ കഴിയൂ. അതുകൊണ്ടാണ് 3ാം ഭാഗം കൂടെ അനൗൺസ് ചെയ്യുന്നത്. മുരളി ഗോപിയുടെ ഈ വാക്കുകൾ എത്തിയപ്പോൾ എമ്പുരാനെയാണ് അത് കൂടുതലും ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. കാരണം എമ്പുരാൻ കാണുമ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ടാണ് കാണാൻ പോകുന്നത്. കാരണം ഇതിനൊരു 3rd പാർട്ട് ഉണ്ട്. ലൂസിഫർ എന്ന സിനിമയുടെ 2nd പാർട്ടാണ് എന്നതൊക്കെ. 3rd പാർട്ടിലേക്ക് ലീഡ് ചെയ്യുന്ന സംഭവങ്ങളും എമ്പുരാനിൽ വരുന്നുണ്ട്. ചില സർപ്രൈസ് കഥാപാത്രങ്ങളും നമ്മളെ വിസ്മയിപ്പിക്കാൻ എത്തുന്നതുമുണ്ട്. എമ്പുരാൻ അതുകൊണ്ട് തന്നെ വലിയ ആകാംക്ഷയാണ് മലയാളി പ്രേക്ഷകർക്ക് ലഭിച്ചിരിക്കുന്നതും. അതുപോലെ തന്നെ എമ്പുരാൻ സഞ്ചരിക്കുന്നത് പാൻ വേൾഡിലേക്കാണ്.